അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സ്ത്രീ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ച രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സയ്യിദത്ത് ഫാത്തിമ നർഗീസ് ബീവി നടത്തിയ ഒരു അഭിമുഖത്തിൽ, അവർ മനോരമയുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ സ്ത്രീ പള്ളിപ്രവേശം സ്ത്രീകൾക്ക് തടയപ്പെട്ടിരിക്കുകയാണ് എന്ന രീതിയിൽ ഒരു പരാമർശം നടത്തിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ ചർച്ച വന്നിട്ടുള്ളത്. ഒരു 16 വയസ്സുകാരിയായ കുട്ടി തൻ്റെ അറിവിൽ പരിമിതമായി നിന്നുകൊണ്ടുള്ള ഒരു സംസാരം, അതിനെ വളരെ ക്രൂരമായി വിവേകമില്ലാതെ വിമർശിക്കുന്ന ഒരു സമീപനം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ആ കുട്ടിയുടെ സംസാരത്തിലെ പക്വതയും കഴിവും കാഴ്ചപ്പാടും ഒന്നും മനസ്സിലാക്കി അംഗീകരിക്കാൻ ഇത്തരം ആളുകൾ തയ്യാറല്ല. സ്ത്രീകളെ തടയപ്പെട്ടിരിക്കുന്നു എന്ന് ഇങ്ങനെ പറയുമ്പോൾ ന്യായമായും സംശയിച്ചു പോവുകയാണ്, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കണം ഇത് പറഞ്ഞിട്ടുണ്ടാവുക എന്ന്. കാരണം തടയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് വളരെ പ്രസിദ്ധമാണ്. വീടാണ് ഉത്തമം, സൽവൃത്തകളായ അള്ളാഹുവിൻ്റെ ദാസികൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ തടയേണ്ട എന്ന് മുത്തുനബി പറഞ്ഞത് എല്ലാ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലും സുന്നികൾ തന്നെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കെ ആരാണ് ഇവിടെ തടഞ്ഞത്? അങ്ങനെ എവിടെയെങ്കിലും സ്ത്രീ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത് എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? സുന്നി പള്ളികൾക്ക് മുമ്പിലോ വീടുകളിലോ? അങ്ങനൊന്നുമില്ലല്ലോ. പക്ഷേ വീടാണ് ഉത്തമം എന്ന് പറഞ്ഞപ്പോൾ, അല്ല പള്ളിയാണ് ഉത്തമം, വരൂ പള്ളിയിലേക്ക് എന്ന് പറഞ്ഞ് പരിഷ്കരണവാദികൾ ക്യാമ്പയിൻ നടത്തിയപ്പോൾ സുന്നികൾക്കെതിരെ അവർ ഉണ്ടാക്കിയ ഒരു പച്ചക്കള്ളമാണ് അവർ പള്ളി തടഞ്ഞു എന്ന പ്രചാരണം. ഈ പ്രചാരണത്തിൻ്റെ ഭാഗമായി തെറ്റിദ്ധരിച്ചുകൊണ്ടായിരിക്കണം ആ കുട്ടി പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ആ കുട്ടിയുടെ സംസാരത്തിൽ ജമാഅത്തിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ചുള്ള സംസാരങ്ങളൊന്നുമില്ലല്ലോ. പള്ളിയിൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ. നബി തങ്ങളോട് ചോദിച്ചതും അതാണ്. പള്ളി തടയരുത് എന്നാണ് നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, വീടാണ് ഉത്തമമെന്ന്. ലോകത്ത് പല ഭാഗത്തും പള്ളിയിൽ പോകുന്നുണ്ടാകാം. പള്ളിയിൽ തടയപ്പെടും എന്നുണ്ടെങ്കിൽ മക്കയിലും മദീനയിലും പോകുന്നുണ്ടല്ലോ സ്ത്രീകൾ. ആരെങ്കിലും തടയുന്നുണ്ടോ? അവിടെ തവാഫും ഈത്തിക്കാഫും അങ്ങനെയുള്ള ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് യഥേഷ്ടം സ്ത്രീകൾ പോകുന്നു. അതിന് മാത്രമല്ല, അവിടെ വളരെ ഭക്തരായ ആരാധനാ ചിട്ടകളൊക്കെ പാലിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ കൂടുതൽ സ്ത്രീകൾ അതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ സ്ത്രീകളാരും തടഞ്ഞതായിട്ട് ഏതെങ്കിലും ഒരു പള്ളിയിൽ നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നിയമം എവിടെയെങ്കിലും ഉണ്ടോ സ്ത്രീകൾ വരരുത്? സത്യത്തിൽ ഇവിടെ നടന്നത്, സ്ത്രീകൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കൽ ഉത്തമമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞ ആഹ്വാനമാണ്. ഞാൻ ചോദിക്കട്ടെ, സ്ത്രീകളെ പള്ളിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രേരിപ്പിച്ചുകൊണ്ട് നബി തങ്ങളോ സഹാബികളോ മുൻഗാമികളായ ഇമ്മത്തോ ആരെങ്കിലും എവിടെയെങ്കിലും പള്ളിയിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്ത് കാണാൻ പറ്റുമോ? അതേ സമയത്ത് എത്രയോ ഹദീസുകൾ, നിങ്ങളെന്തിനാ പള്ളിക്ക് വരുന്നത്, വീട്ടിൽ നിസ്കരിച്ചാൽ തന്നെ നിങ്ങൾക്ക് കൂലി കിട്ടുമല്ലോ എന്നുള്ള ഉപദേശമാണ്. ആ ഉപദേശം കേരളത്തിലെ സഹോദരിമാർ, സുന്നി പണ്ഡിതന്മാർ അനുസരിച്ചു എന്നുള്ളതാണ്. അതിനെതിരെ പള്ളിയിലേക്ക് ക്ഷണിക്കുന്നതും അതാണ് ഉത്തമം എന്ന് പറയുന്നതുമാണ് ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ളത്. അതിനെവിടെയാണ് തെളിവുള്ളത്? പള്ളിയിലേക്ക് വരൂ, സ്ത്രീകൾ പള്ളിയിലേക്ക് വരൂ എന്ന് പറയുന്ന ഒരു ഹദീസ് ആയത്ത് എവിടെ ഉണ്ട്? അല്ലെങ്കിൽ നമുക്ക് ആലോചിക്കാമല്ലോ, പള്ളിയിൽ പ്രവേശനം എന്നുള്ളത് തെറ്റല്ല. പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ ചർച്ച തന്നെ. അത് വഴിമാറ്റി വിടുകയാണ് ആളുകൾ. സ്ത്രീകൾ 5 നേരം പള്ളിയിൽ ജമാഅത്തിന് വരണോ ജുമാക്ക് വരണോ എന്നുള്ളതേ ചർച്ചയുള്ളൂ. പള്ളികൾ
സ്ത്രീകൾ പുറത്തു പോകുമ്പോഴുള്ള നിയമങ്ങളെക്കുറിച്ച് സുന്നികൾക്കിടയിലും മുജാഹിദുകൾക്കിടയിലും തർക്കമില്ല, ഒരു തർക്കമില്ല. അവർ സുഗന്ധം പൂശിയ സ്ത്രീ മറ്റ് പുരുഷന്മാരെ ആകർഷിക്കുന്ന വിധത്തിൽ, കണ്ടാൽ ആശിക്കുന്ന വിധത്തിൽ അവർ പുറത്തു പോകാൻ പാടില്ല എന്നാണ് സുന്നികളല്ലാത്തവരും പറയുന്നത്. നിസ്കാരത്തിനല്ലാതെ ഏതെങ്കിലും ഒരു കാര്യത്തിന് സ്ത്രീ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ആരും പറയുന്നില്ല. ജമാഅത്തു ജുമായിൽ പങ്കെടുത്താൽ അത് നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് ആരും പറയുന്നില്ല. ഒന്നാലോചിച്ച് നോക്കാൻ, എന്തിനാ ഇപ്പോൾ പള്ളിയിൽ പോകുന്നത്? ജമാഅത്ത് നിസ്കരിക്കാനല്ലേ? അതിന് സംവിധാനം സ്ത്രീകൾക്ക് പല രീതിയിലും ഉണ്ടാക്കാമല്ലോ. 27 ഇരട്ടി കൂലി കിട്ടാനാണ് സ്ത്രീ പള്ളിയിൽ തന്നെ പോകണമെന്നില്ലല്ലോ. 27 ഇരട്ടി കൂലി കിട്ടാൻ, നിസ്കാരത്തിൻ്റെ കൂലി 27 ഇരട്ടി കിട്ടാൻ പള്ളിയിൽ തന്നെ പോകണ്ടല്ലോ. പുരുഷന്മാരെ ജമാഅത്തിൽ കൂടിയാലേ 27 ഇരട്ടി കിട്ടുള്ളൂ. നബിതങ്ങൾ തന്നെ ചില സ്ത്രീകളെ സംവിധാനിച്ച് അവരെ വീടുകളില്ല കുടുംബത്തിലുള്ള ആളുകൾക്ക് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ നബിതങ്ങൾ തന്നെ ചില സ്വഹാബിയാത്തുകളൊക്കെ നിയോഗിച്ച് നമുക്ക് കാണാൻ പറ്റും. അവർക്ക് വീടുകൾ ജമാഅത്ത് നിർവഹിച്ചാൽ പോരെ? പള്ളികൾ തടയപ്പെട്ടു എന്നത് എങ്ങനെയാണ് സുന്നികളുടെ ഭാഗത്ത് ശരിയാവുക? പഴയ കാലത്ത് സ്ത്രീകൾ പുറത്തിറങ്ങിയിരുന്നില്ല. മൊത്തത്തിൽ അങ്ങനെ യാത്ര ചെയ്യേണ്ട സാഹചര്യങ്ങളും സൗകര്യങ്ങളും വിദ്യാഭ്യാസ ജോലി സംബന്ധമായ പുരോഗതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്ത്രീകളും ഗൾഫിലേക്ക് പുരുഷന്മാരുടെ പോക്കും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കുള്ള പോക്കൊക്കെ ആയിട്ട് സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ അവർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാ പള്ളികൾക്കും മുമ്പിലുണ്ട്. ഉസ്താദുമാരൊക്കെ പറയുന്നുണ്ട് നിസ്കാരം ഖളാക്കരുത്, അത്തരം സ്ഥലങ്ങളിൽ കയറി നിസ്കരിക്കണം. ജമാഅത്തിൻ്റെ കൂലി കിട്ടാൻ വീട് നിസ്കരിച്ചാൽ മതി. അള്ളാഹുവിനോട് വലിയ കാരുണ്യമാണ് കാണിച്ചിട്ടുള്ളത് ആ വിഷയത്തിൽ. പുരുഷന്മാരോടൊപ്പം 27 ഇരട്ടി കൂലി കിട്ടും. എത്ര കഷ്ടപ്പെടണം ഒരു പെണ്ണ് പള്ളിയിൽ പോയിട്ട്. അതൊന്നുമില്ലാതെ അള്ളാഹു അവരോടുള്ള വലിയ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് പറയാണ്, നിങ്ങൾ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ അള്ളാഹു 27 ഇരട്ടി കൂലി നൽകും. നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, പ്രയാസപ്പെടണ്ട. നിങ്ങളെ കിതാബിൽ 27 ഇരട്ടിയിലധികം രേഖപ്പെടുത്തി വെക്കും നന്മയുടെ ഗ്രന്ഥത്തിൽ എന്ന് പറയുമ്പോൾ അത് അള്ളാഹിനെ ഭയപ്പെടുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ അതനുസരിക്കുമല്ലോ. അല്ലാതെ പള്ളിയിൽ പോകുന്നതോ പള്ളീൻ്റെ പുറത്ത് നിസ്കരിക്കുന്നതോടെ പ്രശ്നമല്ല. അതുകൊണ്ടല്ലേ പള്ളീൻ്റെ പുറത്ത് സൗകര്യം. പിന്നെ പള്ളിയിൽ തന്നെ ആവണം എന്നെന്താ നിയമം? പള്ളി തന്നെ ആവണം, നിസ്കരിച്ചാൽ പോരെ? പള്ളിയുടെ പരിസരത്തൊരു സ്ഥലം ഒരുക്കുന്നുണ്ട്, അത് പള്ളിയിൽ ഒതുക്കും ചില ആൾക്കാർ, ചില ആൾ പള്ളീൻ്റെ പുറത്തൊരുക്കും. സുന്നികളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കുന്നത് ഒരു പ്രത്യേകമായ സാമൂഹിക സാഹചര്യത്തിൽ അവരെ കൂടെ കുട്ടികളുണ്ടാകും, മറ്റു അസൗകര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് പള്ളീൻ്റെ പുറത്തൊരു പ്രത്യേകമായ സൗകര്യങ്ങളുണ്ടാകും അവർക്ക് സ്വകാര്യത കിട്ടുന്ന സ്ഥലത്ത്. ഇത്രയല്ലേ ഉള്ളൂ. സുന്നികളല്ലാത്തവർ പള്ളീൻ്റെ അടുത്ത് ഒരു മറ വെക്കുന്നുണ്ട്, മറ്റ് സുന്നികൾ അവർ ചുമര് വെക്കുന്നുണ്ട്. ഇത്ര വ്യത്യാസമുള്ളൂ. പിന്നെ അവരെ പള്ളിയിൽ തന്നെ കയറ്റി പബ്ലിക്കായിട്ട് നിസ്കരിപ്പിക്കണം എന്നത് എന്തിൻ്റെ പേരിലാണ്? കൂലി കിട്ടാനാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. 2 കാരണങ്ങളാണ് സ്ത്രീകളോട് വീട്ടിൽ നിസ്കരിക്കാനുള്ള കാരണം. ഒന്ന്, സ്ത്രീകളുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവരെ വ്യക്തിപരമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വീട്ടിൻ്റെ ഭരണവും മറ്റു ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കുന്നതിനിടയിൽ പുരുഷന്മാരെ പോലെ അവർ പള്ളിയിലെല്ലാ നേരത്തും പോകണമെന്ന് പറയുമ്പോൾ എന്നാലേ അവർക്ക് കൂലി കിട്ടുള്ളൂ, ജമാഅത്തിൻ്റെ കൂലി കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. അവരെ ബുദ്ധിമുട്ടിക്കലാണ്. അവരോടുള്ള കാരുണ്യം കൊണ്ടാണ് ആ നിയമം വെച്ചത്. രണ്ടാമത്തത്, അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ളതാണ്. അതിലും സുന്നിയല്ലാത്തതിനും തർക്കമില്ല. സ്ത്രീകളും പുരുഷന്മാരും ഔറത്ത് മറക്കണം. അന്യപുരുഷന്മാരെ ആകർഷിക്കുന്ന വിധത്തിൽ അവർ പുറത്തിറങ്ങാൻ പാടില്ല. നിസ്കാരം ഒരു ഭക്തിയാണ്. അതിൽ സ്ത്രീ സാന്നിധ്യം പ്രയാസം ഉണ്ടാക്കും. സ്ത്രീകളെ മുന്നിൽ കാണുന്ന ബുദ്ധിമുട്ടുണ്ടാക്കും. സ്ത്രീകൾ മുന്നിലൂടെ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുണ്ടാക്കും. നിസ്കാരത്തിൻ്റെ ഭക്തി നഷ്ടപ്പെടുത്തും. ആണുങ്ങളും പെണ്ണുങ്ങളും അന്യ സ്ത്രീ പുരുഷന്മാരും തമ്മിൽ കൂടിക്കലരുന്നത് ഇസ്ലാമികമായി വിലക്കപ്പെട്ടതാണ്. ഇതിലാർക്കും തർക്കമില്ല. ഇത് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഒരു നിയമം വെച്ചതിൻ്റെ ഉദ്ദേശം. ഇത് ഒഴിവാക്കേണ്ടെന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഇതൊക്കെ പുരുഷവാദമാണ് എന്നൊക്കെ പറയുന്ന ആളുകളോട് പറയാനുള്ളത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു ഹദീസുണ്ട്, ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അവർ പറഞ്ഞു, ഇപ്പോൾ സ്ത്രീകളൊക്കെ നബി തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന നിയമങ്ങളൊക്കെ തെറ്റിച്ചു, അവർ ചിട്ടൊക്കെ വിട്ടു, അവരിങ്ങനെ നല്ല ആഡംബര വസ്ത്രങ്ങളൊക്കെ ധരിച്ചാണ് പോകുന്നത്. നബി തങ്ങളുണ്ടായിരുന്നെങ്കിൽ ഇത് നബി തങ്ങൾ തടയുക തന്നെ ചെയ്യുമായിരുന്നു. തടയരുത് എന്ന് പറഞ്ഞ നബി തങ്ങൾ ഇത് തടയുമായിരുന്നു. പിന്നെ ഈ ഹദീസ് നമ്മൾ നന്നായിട്ട് വായിക്കണം. ലാ തംനഉ ഇമാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസികളെ നിങ്ങൾ തടയരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഭക്തിയും ഭയഭക്തിയും ഒക്കെ ഉള്ള ഏതെങ്കിലും സ്ത്രീകൾ പോകുന്നുണ്ടെങ്കിൽ അവരാ ഭക്തി വിട്ടിട്ടുള്ള പോക്കല്ല, മറ്റെന്തോ ആണ്. അവരെ തടഞ്ഞേണ്ട കാര്യമില്ല, അവരെ കൊണ്ട് കുഴപ്പമുണ്ടാവില്ല. അതിൻ്റെ ഒരു മറുവശമുണ്ട്. അള്ളാഹുവിൻ്റെ അമത്ത് എന്നൊരു പ്രയോഗം ഉണ്ടല്ലേ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസകൾ,
അവൻ്റെ ഇഷ്ടമനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന, അവൻ്റെ താല്പര്യവും കൽപ്പനകളും അനുസരിച്ച് ജീവിക്കുന്ന സ്ത്രീകൾ അവർ അങ്ങനെ പോകൂല. പോവുകയാണെങ്കിൽ നിങ്ങളതിൽ തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നും, മറ്റൊരർത്ഥം അങ്ങനെ വല്ലാതെ കണ്ട് ആവേശം കാണിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ തെറ്റിദ്ധരിക്കരുത് എന്നും, പോകാത്ത ആളുകളുണ്ടല്ലോ അവർ ഒരു പോരായ്മ ഉള്ളവരാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു താല്പര്യം. ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് അവരുടെ വീട് തന്നെയാണ് ഉത്തമം. ചിലപ്പോൾ പോകേണ്ട സാഹചര്യം ഉണ്ടാകും, പോയിക്കോട്ടെ, നിങ്ങൾ തടയേണ്ട എന്ന്. എത്ര മനോഹരമാണ് ഈ ഹദീസിൻ്റെ വചനം. ഇതാണോ സുന്നികളല്ലാത്ത ആളുകൾ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? പള്ളികളെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ പരിശുദ്ധ ഖുർആൻ പുരുഷന്മാരെക്കുറിച്ച് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ജുമുഅ സ്ഥാപിക്കുക, ജമാഅത്ത് നിലനിർത്തുക, യുദ്ധം നടത്തുക, മയ്യിത്ത് ഖബറിൽ ഇറക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുരുഷന്മാരെ മാത്രമാണ് അള്ളാഹു ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്. സ്ത്രീകൾക്ക് അതിന് ഒഴിവുണ്ടാകില്ല, സമയം ഉണ്ടാകില്ല. അവരുടെ സമയത്തിൻ്റെ പ്രശ്നമാണ്, പുരുഷ സ്ത്രീ സങ്കലനത്തിൻ്റെ പ്രശ്നമാണ്, അവരുടെ മാനസികമായ മാനസികാവസ്ഥയുടെ പ്രശ്നമാണ്. ഇതൊക്കെ വരുത്തിയിട്ടാണ്. അപ്പോൾ പുരുഷന്മാർ ചെയ്യുന്നതൊക്കെ സ്ത്രീകൾ ചെയ്യണം, പുരുഷന്മാരുണ്ടാകുന്നിടത്തൊക്കെ സ്ത്രീകളുണ്ടാകണം എന്നുള്ള കാഴ്ചപ്പാട് ഇസ്ലാം വിരുദ്ധ കാഴ്ചപ്പാടാണ്, സ്ത്രീപക്ഷ കാഴ്ചപ്പാടുമാണ്. ഇസ്ലാം താല്പര്യപ്പെടുന്നത് സ്ത്രീപക്ഷ കാഴ്ചപ്പാടോ പുരുഷപക്ഷ കാഴ്ചപ്പാടോ അല്ല. അള്ളാഹുവിൻ്റെ ദീൻ അത് നീതിപൂർവമാവുക, അതൊരു സന്തുലിതാവസ്ഥയിലാവുക എന്നുള്ളതാണ്. അതിന് കുറേ സ്ത്രീകൾ, ദുർബലരായ സ്ത്രീകളെ കുറേ ഉത്തരവാദിത്തങ്ങൾ ഒഴിവാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ സ്ഥാപിക്കുന്ന ദീനിൻ്റെ അടയാളം സ്ഥാപിക്കുക എന്നതാണ് ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ലക്ഷ്യം. അതിന് പുരുഷന്മാർ മതിയല്ലോ, സ്ത്രീകൾ വെറുതെ വേഷം കെട്ടി ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെയാണ് ഈ വിഷയത്തിനുള്ള യാഥാർത്ഥ്യം എന്ന് എല്ലാവരും മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.